നമ്പ്യാരെ, നിങ്ങൾ? ഞാൻ കായലിൽ ചാടി. പ്രഭാകര, ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് നീ ഞെട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല, നീ ഞെട്ടും. എന്നെ വകവരുത്തി അതേ സിഐഡിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിന്റെ ഒരു കഞ്ചാവ് ലോറി പിടിക്കുന്നത് നീ പറഞ്ഞില്ലേ? അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. നിന്റെ കഞ്ചാവ് ലോറി മാത്രമല്ല, നിന്നെ അവർ നാമാവശേഷമാക്കും. ആ സിഐഡികളെ നീ കണ്ടോ? കണ്ടു. ഉരുവിൽ കയറുന്ന തൊട്ടു മുമ്പ് ഞാൻ അവരെ കണ്ടു. ഉടനെ അടുത്ത് കായലിൽ ചാടുകയും ചെയ്തു. മദ്രാസിൽ കണ്ട അതേ 2 മലയാളി സിഐഡികൾ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. എന്നിട്ടെന്താ നേരെ ഇങ്ങോട്ട് പോകുന്നത്? ആഹാ, നീയും കായലിൽ ചാടിയോ? ചാടാതെ നിവർത്തി ഉണ്ടായിരുന്നില്ല. കുഞ്ഞീഷ്ണ, ഈ കൂരിശന്റെ തലയിൽ നിന്നെടുത്ത് മാറ്റിത്ത, എന്നാൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. നിന്നെ പോലെ സ്നേഹമില്ലാത്ത നല്ല പ്രഭാകര ഞാൻ അകത്തായാലും നീ രക്ഷപ്പെടണം. നിന്റെ ഈ വീടിന് ചുറ്റും സിഐഡികളെ താവളം ഉറപ്പിച്ചെന്ന കാര്യം ഉറപ്പാ. നീ വളരെ വളരെ സൂക്ഷിക്കണം. എന്റെ കാര്യം എന്തെങ്കിലും ആകട്ടെ, എന്റെ പൊന്നു കുഞ്ഞീഷ്ണ, ഇയാളെ വല്ല ചാക്കിലും കെട്ടി എവിടെയെങ്കിലും ഒന്ന് നാട് കടത്തി തരാമോ? കൊപ്ര ഇറക്കാൻ വരുന്ന ഏതെങ്കിലും ലോറിയില്? അത് മതി. ഞാൻ പോകാം പ്രഭാകര, പക്ഷെ ഇനി കൊപ്രാക്കളത്തിലേക്ക് എനിക്ക് ധൈര്യം ഇല്ലാത്തോണ്ടാ. ഈ വീട്ടിന്റെ പടിക്കകത്ത് എനിക്ക് കയറി പോരുത്. വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ച് ഇതുപോലുള്ള എത്രയോ നിവേദനങ്ങള് നേരത്തെ കൊടുത്തിട്ടുള്ളതാ. ശരിയായിരിക്കാം, പക്ഷെ ശോഭയ്ക്കറിയോ, കഞ്ചാവ് ലോറി പിടിച്ചേ പിന്നെ എനിക്ക് ഊക്കം പേരാ. കൊലപാതകം തെളിയിക്കണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ എന്ന് മിനിസ്റ്ററോട് ഞാൻ തീർത്ത് പറഞ്ഞു. ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ടെന്താ? ഇതിലൊരു ഒപ്പിട്ടെ. ബാക്കിയൊന്നും ശോഭ അറിയുകയും വേണ്ട, അന്വേഷിക്കുകയും വേണ്ട. വന്നേ. മുതലാളി, കൊപ്ര ഇറക്കി കഴിഞ്ഞു. ഡ്രൈവർ പോകാൻ റെഡിയായി. ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അതൊന്നും സാരമില്ല. അനന്ത, മംഗലാപുരത്തെത്തിയോ നീ രക്ഷപ്പെട്ടു. ദേവഗൌഡ കള്ള പാസ്പോർട്ടിന്റെ ആശാന. ഞാൻ നിനക്ക് കുറെ രൂപയുടെ നഷ്ടവും വരുത്തി. വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ച്. ഒന്ന് വേഗം പുറപ്പെടാൻ നോക്ക്. ഈ ലോറി ഡ്രൈവർ മലയാളിയാണോ? അതെ, മലയാളിയാ. ഒന്നും പേടിക്കാനില്ല. ഞാൻ ജയിലിൽ ചാടിയ കാര്യം അതൊന്നും പറഞ്ഞിട്ടില്ല അനന്ത. ഞാനവിടെ ചെന്നവണ്ണെ കത്തയക്കാം. കത്തൊന്നും അയക്കണ്ട, അത് അപകടമാ. വാ, വേഗം പോകാൻ നോക്ക്. എന്താടോ, എന്ത് പറ്റി? സിഐഡി ചാരൻ. ആരാ സിഐഡി ചാരൻ? ആ ഡ്രൈവർ ബാലൻ. അവൻ ഡ്രൈവറല്ല, സിഐഡിമാരുടെ ചാരനാ. എനിക്ക് വളരെ നേരത്തെ അറിയാം. അവൻ കൊപ്രയിറക്കാൻ വന്നല്ല, നിന്നെ ഒറ്റിക്കൊടുക്കാൻ വന്നാ. പകരം നീ എന്നെ വിശ്വസിക്കേ. മദ്രാസ് ടാക്സി ഡ്രൈവറായിട്ടായിരുന്നു അവന്റെ നടപ്പ്. അവന്റെ സഹായത്തോടെയാ ആ സിഐഡികൾ എന്നെ വലയിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടം വിട്ട് പോവില്ല. കുഞ്ഞീഷ്ണ, എന്താടാ നിങ്ങൾക്ക് അമ്മയും പെങ്ങളൊന്നും കാണണ്ടേ? ഇറങ്ങടാ, ഇറങ്ങടാ. എന്തിന്? നിർത്ത്. എന്തിനാ എന്നിട്ട് ഇങ്ങ് തല്ലണേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തടി മിടുക്കുന്ന എന്ത് തോന്നിയാസം കാണിക്കേ? ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇനി കിട്ടുന്നുണ്ടല്ലോ. എവിടാ നിന്റെ സിഐഡികൾ? ഏത് സിഐഡി? കാറിനകത്തിരിക്കാൻ സ്ഥലല്ലേ? നിങ്ങളാരും വരുന്നില്ലേ? എന്താടാ ബാല, നിനക്കെന്നെ മനസ്സിലായോ? എനിക്ക് ആരും മനസ്സിലായില്ല സ്വാമി. സ്വാമിയോ? നമ്പ്യാർ സാറോ? എന്നാ മരകുത്തിയ പോലെ തലയിൽ ചുമന്ന കെട്ട് പട്ടി. ദ്രോഹി, നീ കാരണം ഞാനിന്നൊരു ഗതികിട്ട പ്രേതമായിട്ട് അലയുകയാണ്. പണ്ടൊരു കാർ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചു പോകാരുന്ന എന്നെ നീ ആശുപത്രിയിലെത്തി ജീവിപ്പിച്ചു. അതിന് നീ എന്നോട് ചോദിച്ച വില വളരെ വളരെ കൂടുതലായിരുന്നു. വളരെ സമാധാനമായിട്ട് കള്ളക്കടത്ത് നിർത്തിക്കൊണ്ടിരുന്ന എന്നെ നീ തറ പറ്റിച്ചു.
എന്തൊക്കെയാ നമ്പ്യാർ സാറേ ഈ പറയണേ? എന്ത് കുറ്റം ചെയ്തിട്ടാ എന്നിട്ട് ഇങ്ങനെ തല്ലിച്ചറക്കണേ? ഒന്നും അറിയില്ലല്ലേ? പണ്ട് മദ്രാസിൽ എന്റെ ഓഫീസിൽ ആ സിഐഡികളെ കൊണ്ടുവന്ന നീ ആയിരുന്നില്ലേ? സിഐഡികളോ? അവർക്ക് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ നീ കൂട്ടുന്നില്ലേ? സത്യം പറ, നീ ഒരു സിഐഡി ചാരനല്ലേ? സിഐഡി ചാരനോ? എന്റെ നമ്പ്യാർ സാറേ, തവണ അടയ്ക്കാൻ പറ്റാതെ എന്റെ ടാക്സി കാർ മാർവാടികൾ കൊണ്ടുപോയപ്പോ കണ്ടവന്റെ കൈയും കാലും പിടിച്ച ഇന്റർസ്റ്റേറ്റ് ലോറിയിൽ ഈ പണി ഒപ്പിച്ചത്. തമ്പി സാറിന്റെ കളത്തില് ലോഡ് ഇറക്കാൻ വരുന്നത് ഇത് 7ാമത്തെ തവണയാണ്. ഒന്നും പറയണ്ട, മുള്ളെടുക്കാൻ മുള്ളു തന്നെയാണ് നല്ലത്. മദ്രാസ് നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. അവരെ നിനക്ക് ജീവനോടെ കാണണമെന്നുണ്ടോ? എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും 24 മണിക്കൂർ സമയം തരുന്നു. നിന്റെ ആ സിഐഡി പരീക്ഷകളെ 2 നീ തന്നെ ഇവിടെ വെച്ച് കൊള്ളണം. സിഐഡികളാണോ കുടുംബമാണോ വേണ്ടതെന്ന് തീരുമാനിച്ചോ? ഏത് സിഐഡികളെ പറ്റി സാറ് പറയണേ? സിഐഡി ദാസനും വിജയനും നീ അറിയില്ലല്ലേ? ആ തെണ്ടികളോ? അവരിവിടെയും വന്നോ? അപ്പോ വെറുതെ അല്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടണേ. വേണ്ടി പോകരുത് റാസ്കൽ. സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞൂടാ സാറേ. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാടാ, ഞങ്ങൾക്ക് അവരെ കൊല്ലാൻ കഴിഞ്ഞില്ല. നീ ആവുമ്പോ അവര് സംശയിക്കില്ലല്ലോ. ആലോചിക്കാൻ സമയമില്ല. എന്ത് പറയുന്നു? എന്റെ കുഞ്ഞുങ്ങള്. ആ വിചാരം ഉണ്ടെങ്കിൽ ആ പിടിക്ക്. 2 വെടിയുണ്ട. എന്റെ പൊന്നുമോൻ മുനിച്ചാമി, മോളെ കണ്ണകി, ഉങ്ക അപ്പാവുക്ക് இந்த கதி வந்துடுச்சுவല്ലോ. ശത്രുവല്ല സാമു, മുത്രമാണ്. സാമു, ഇതാണ് ഞങ്ങളുടെ എല്ലാമായ ബാലേട്ടൻ. മദ്രാശിയെ വെച്ച് ഞങ്ങളുടെ പട്ടിണി മാറ്റിയ, ഞങ്ങൾക്ക് ജോലി വാങ്ങി തന്ന ബാലേട്ടൻ. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇയാളെ കൊന്നേനെ. ബാലേട്ടാ, ഈ വീട്ടിൽ ഞങ്ങൾ സദാ ജാഗരൂകരാണ്. 1-2 ആക്രമണങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണിത്. സേടുകളായത് പിന്നെ ഞങ്ങൾക്ക് ബാലേട്ടനെ കാണാൻ ഒത്തില്ല. ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പ് ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഇങ്ങോട്ട് പോരേണ്ടി വന്നു. നമ്മു ചായ കൊണ്ടുവാ. ഞങ്ങളുടെ എല്ലാ വിജയത്തിന്റെ ആണിക്കല്ല് ബാലേട്ടനാ. ആ ബാലേട്ടന്റെ ആണിക്കല്ല് ഇളകിയിരിക്കുക. ആരിളക്കി? എങ്ങനെ ഇളക്കി? അതങ്ങനെ ഇളക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളത് ഉറപ്പിച്ചു തരും. ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന് വെച്ചാൽ വട്ടായിപ്പോയെന്ന് തോന്നുന്നു. ബാലേട്ടന്റെ മാനസികാവസ്ഥക്ക് എന്തോ പ്രശ്നമുണ്ടോ? അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത്, ഭ്രാന്താണെന്ന്. ദാസ, ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ലാട്ടോ. ബാലേട്ടൻ പോയി കുളിക്കേ, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. വേണ്ട, ഞാൻ മേൽ വെച്ചോളാം. വേണ്ട, കിട്ടോ? ഞാൻ മേൽ വെച്ചോളാം. വേണ്ട. എന്താ അതിനകത്ത് ബോംബോ തോക്കോ വല്ലതും ഉണ്ടോ? ബാലേട്ടൻ പോയി കുളിക്കേ. കുളിക്കുന്നത് നെല്ലിക്ക വെള്ളത്തിലാവുന്നതാണ് ഒന്നുകൂടെ നല്ലത്. എന്റെ കയ്യിൽ നിന്ന് കിട്ടും. ഈ ഓപ്പറേഷൻ വിജയിച്ചാൽ സിംലയിലോ ഡാർജിലിംഗിലോ അനന്തന് ഞാനൊരു ബംഗ്ലാവ് വാങ്ങിച്ചു തരും. ബംഗ്ലാവ് ഒന്നും വേണ്ട പ്രഭാകര. സുഖമായിട്ടും സമാധാനമായിട്ടും എവിടെങ്കിലും കള്ളക്കടത്ത് നടത്തി ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തന്നാൽ മതി. ഈ സിഐഡികൾ ഭൂമുഖത്തുനിന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ ഇന്ത്യയിൽ ജീവിക്കാൻ എനിക്ക് ഭയമില്ല. നിന്റെ ആളുകള് ബാലന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു സത്യമാണോ? സത്യമാണോന്ന് അവരെ കൊന്നോട്ടോന്ന് ഇപ്പൊ ഫോൺ ചെയ്ത് ചോദിച്ചേ ഉള്ളൂ. എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ബാലൻ ആ സിഐഡികളെ തീർച്ചയായിട്ടും തട്ടും. എന്താ കാര്യം? പ്രഭാകര, ഈ വീട് സിഐഡികൾ വളഞ്ഞിരിക്കുക. അതിഭയങ്കരനായ ഒരു സിഐഡി നമ്മളെ വീക്ഷിച്ചോണ്ടിരിക്കുക. എവിടെ? നോക്ക്. ഇതാണോ സിഐഡി? ഇയാളാ വീട്ടിൽ അടുത്ത കാലത്ത് താമസമായ ഒരു മഹാസാധുവാ. എല്ലാ സിഐഡികളും സാധുക്കളെ പോലെ ഇരിക്കും. നിന്റെ കഞ്ചാവ് ലോറി പിടിച്ച് തടിയും താടിയുള്ള ഒരുത്തരാണെന്നല്ലേ ഡ്രൈവർ പറഞ്ഞത്? അയാൾക്ക് തടിയും താടിയില്ലേ? നോക്ക്. നമ്പ്യാരെ, താൻ എന്നെ ഇങ്ങനെ ഒരുമാതിരി പേടിപ്പിക്കാതെ. പേടിക്കാതെ നിവൃത്തിയില്ല പ്രഭാകര. സിഐഡികളുടെ ലക്ഷണം കണ്ടാ എനിക്കറിയാം. ആ തടിയൻ തമിഴ്നാട് സിഐഡികളുടെ കൂട്ടാളി തന്നെ. ഡെയിലിയാടി ഇവന്റെ അടുത്ത് തന്നെ വന്നത് വിഡിത്തമായി പോയല്ലോ. ഈശ്വര, തനിക്ക് അഭയം തന്ന ഞാനാ വിട്ടി.
എവിടെയെങ്കിലും പോയി തൊലഞ്ഞൂടെ തനിക്ക്? ഇനി തൊലയുന്നത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. അതെ സർ, സത്യമാണ്. ഗവേഷക ലോകത്തെ അമ്പരപ്പിക്കുന്ന സത്യം. ഞാനൊരു ആഞ്ഞിലി മരത്തിൽ ഒരു മാടം കെട്ടി ഫോട്ടോ എടുത്തു. ഫോട്ടോയിൽ പക്ഷിയുടെ ഇരട്ടക്കൊക്കുകൾ പതിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വെടിവെക്കാൻ നോക്കിയപ്പോഴാണ് തോക്കിൽ ഉണ്ടയില്ലെന്ന് മനസ്സിലായത്. ഇനി അബദ്ധം പറ്റുകയില്ല. തീർച്ചയായും ഞാൻ വെടിവെച്ച് വീഴ്ത്തും. ഇതുവരെയുള്ള എല്ലാ രഹസ്യങ്ങളും എന്റെ ബ്രീഫ് കേസിലുണ്ട്. മറ്റെന്തെല്ലാം നഷ്ടപ്പെട്ടാലും ബ്രീഫ് കേസ് വിട്ടുകൊടുക്കില്ല. ഏത് നിമിഷത്തിലും ഇനിയും ഒരു ആക്രമണം ഉണ്ടായേക്കാം. അതുകൊണ്ട് സ്ഥലം വിട്ടേ പറ്റൂ. സാറ് കാലത്ത് കാറുമായി വരണം. എത്രയും പെട്ടെന്ന് ഈ ബ്രീഫ് കേസിലെ രഹസ്യങ്ങൾ എനിക്ക് ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കണം. ഞാൻ വിചാരിച്ചു വല്ല സീഡുമാരും ആയിരിക്കും. തീയടികൾ തയ്യാറെടുത്തു കഴിഞ്ഞു. നമ്മളെ വെടിവെച്ച് കൊല്ലാനാണ് പരിപാടി. അന്ന് ഞങ്ങൾ കൊന്ന അശോകവർമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ബ്രീഫ് കേസിൽ എല്ലാ രേഖകളും ഉണ്ടായിരുന്നു. ഇടുക്കിയിലെയും പീരിമേട്ടിലെയും കഞ്ചാവ് തോട്ടത്തിനെ പറ്റിയുള്ള രേഖകൾ, സ്വർണ്ണ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനുള്ള ഡയഗ്രാംസ്, അതേപോലൊരു ബ്രീഫ് കേസ് അവന്റെ കയ്യിലുണ്ട്. അതിലെ രഹസ്യങ്ങൾ അവൻ ലോകത്തിന് വെളിപ്പെടുത്താൻ പോകുന്നു അത്രേ. അത് തട്ടണം, അത് തട്ടണം, അത് തട്ടണം. ബാലേട്ടാ, അത് തോക്കാണത് പൊട്ടും. പൊട്ടട്ടെ ബാലേട്ടാ, ഞാൻ ദാസൻ, രാമദാസൻ, ബാലേട്ടന്റെ അയൽക്കാരനായിരുന്ന ആ ദാസൻ. മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? അനങ്ങി പോകരുത്. രണ്ടെണ്ണത്തിന് ഞാൻ തട്ടും. ദാസാ, ഇയാൾക്ക് പ്രാന്താണെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ല. ബാലേട്ടാ, നിങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് കൊല്ലണം, അല്ലെങ്കിൽ എന്റെ ഭാര്യ മക്കളെ അവന്മാർ തട്ടും. ബാലേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? വന്നപ്പത്തോട് ഞാൻ ശ്രദ്ധിക്കുന്ന ഈ മാറ്റം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ബാലേട്ടാ, എനിക്ക് വയ്യ. രണ്ടാളും തന്നെത്താൻ വെടിവെച്ചങ്ങ് ചാവ്. എന്റെ ഭാര്യയും കുട്ടികളെയും അവന്മാര് കൊണ്ടുപോയി. നിങ്ങൾ ചത്തില്ലെങ്കിൽ അനന്തൻ നമ്പ്യാരെ അവരെ കൊല്ലും. അതെ, അനന്തൻ നമ്പ്യാര് തന്നെ. നിങ്ങൾ കാരണം ജയിലിലായ നമ്മുടെ പഴയ അനന്തൻ നമ്പ്യാർ. കൊപ്ര ഇറക്കാൻ വന്ന എന്നെ നമ്പ്യാരുടെ ആളുകൾ തല്ലിച്ചതച്ചു. പിന്നെ ഈ തോക്കും തന്ന് ഇങ്ങോട്ട് അയച്ചു നിങ്ങളെ കൊല്ലാൻ. ഇവിടെ ഉണ്ട്. ജയിൽ ചാടിയത് തന്നെ നിങ്ങളെ തട്ടാനാണത്രേ. നമ്പ്യാരുടെ ഇവിടുത്തെ സഹായികൾ ആരൊക്കെയാണ്? അതൊന്നും എനിക്കറിയില്ല. ഒരു തടിയൻ കാലമാടനാ എന്നെ തല്ലിയതും ഈ തോക്ക് തരിച്ചും ഒക്കെ. തടിയൻ? കുറച്ച് കഷണ്ടിയൊക്കെ ആയിട്ട്? അതന്നെ. ഓഹോ, ഇനിയൊന്നും ആലോചിക്കാനില്ല. നമുക്കെല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. എന്ത് തെളിവ്? നമ്മളെ കൊല്ലാൻ തോക്ക് കൊടുത്തയച്ചത് ആ തടിയനാണെന്ന് ബാലേട്ടനെ കൊണ്ട് കോടതിയെ നമുക്ക് ബോധ്യപ്പെടുത്താം. അവനെ അറസ്റ്റ് ചെയ്ത് എല്ലാ കുറ്റങ്ങളും നമുക്ക് സമ്മതിപ്പിക്കാം. വിജയ, സർക്കിളിൽ ഫോൺ ചെയ്യും. ആവശ്യമുള്ള വാഹനങ്ങൾ, വെടിയുണ്ടകൾ, ബോംബുകൾ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായിക്കൊള്ളൂ. ഈ നേരം വെളുക്കറിയാൻ നേരത്തെ ഈ പ്രഭാതം ആ തടിയന്റെ അവസാനത്തെ പ്രഭാതമായിരിക്കും. സൂര്യരശ്മി കടക്കാത്ത ഇരുട്ടറയിൽ നിന്ന് ഇനിവരെ മോചനമില്ല. സമയമാം രഥം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാലേട്ട ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. ബാലേട്ടന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒന്നും സംഭവിക്കില്ല.